ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് കുക്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആപ്പുകളെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ കുക്കിംഗ് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ സമയം നഷ്ടം അല്ലെങ്കിൽ നെറ്റ് നഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു കിഡിലിന് ആപ്പുകൾ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഒന്നാമത്തെ ആപ്പിൻ്റെ പേരാണ് മലയാളം പാചകവിധികൾ. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് റെസിപ്പികൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഞാൻ ഇവിടെ കുറച്ച് റെസിപ്പികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ബിരിയാണി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഡയറക്റ്റ് പോകാതെ തന്നെ നമുക്ക് ഇതിൽ പലതരത്തിലുള്ള ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ അത്രത്തോളം സമയം നമ്മുടെ നഷ്ടപ്പെടും, അത്രത്തോളം നെറ്റും പോകും. പക്ഷേ ഈ ഒരു ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ഏതൊരു ബിരിയാണിയാണ് വേണ്ടത് അതിൻ്റെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ വീഡിയോ സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ എത്തരത്തിലും പോകുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് വേണ്ട ഒരു റെസിപ്പീൻ്റെ വീഡിയോ ഏതാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പീനെ കുറിച്ച് അറിയാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ദോശ ഇന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറെൻറ്റ് തരത്തിലുള്ള ദോശകളുടെ വീഡിയോസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യമുള്ള വീഡിയോ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. യൂട്യൂബിലൊക്കെ പോയിട്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള നമ്മളുടെ അത്തരത്തിലുള്ള സമയനഷ്ടങ്ങളാണ്. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു അടുത്തൊരു ആപ്പിൻ്റെ പേരാണ് നിങ്ങൾക്ക് അമ്മച്ചിയുടെ അടുക്കള എന്ന ആപ്പ്. ഇതൊരു ആപ്പും ഒരു കുക്കിങ്ങിന് പറ്റിയൊരു കിഡു ആപ്പാണ്. ഇതിൽ ഒരുപാട് ഫ്യൂച്ചേഴ്സുകളുണ്ട്. അതായത് സേവ്ഡ് റെസിപ്പികളുണ്ട്, ലേറ്റസ്റ്റ് റെസിപ്പികളുണ്ട്, ഒരുപാട് ഫ്യൂച്ചേഴ്സ് നിങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് റെസിപ്പിയാണ്. ഞാൻ ഇവിടെ ലേറ്റസ്റ്റ് റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ബിരിയാണി സ്പെഷ്യലിലേക്ക് നോക്കിയപ്പോൾ ലേറ്റസ്റ്റ് റെസിപ്പികൾ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഒരു ബിരിയാണിയും ക്ലിക്ക് ചെയ്ത് നോക്കി. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ തലപ്പട്ടി ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊരു റിട്ടൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതായത് വീഡിയോ ഇല്ലാതെ നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിൻ്റെതായ ഒരു ഇതുണ്ട്. വീഡിയോ സഹിതമുണ്ട് അടിയിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ സഹിതമുണ്ട് അടിയിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടൺ ആയിട്ടും മുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ കിഡും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പികൾ ഉണ്ടാക്കാനും മറ്റും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ റെസിപ്പികളും ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് ഡിഷുകൾ ഈ ആപ്പിലൂടെ ലഭ്യമാണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് ഈ ആപ്പിലൂടെ ലഭിക്കും. നമ്മളിപ്പോൾ ഒരുപാട് പാചകത്തിലേക്ക് വരുന്ന ബിഗിനേഴ്സിനാണെങ്കിൽ പോലും ഈ ഒരു ആപ്പ് കൊണ്ട് സ്വാദിഷ്ടമായ ഡിഷുകൾ അതിവേഗം ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ വേറൊരു സ്പെഷ്യലും നോക്കണേ, സൽക്കാര കോഴി എന്നാണ് ഇതിൻ്റെ പേര്. എന്താണെന്നറിയില്ല ഗൈസ്, ഞാൻ അപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ മെത്തേഡും ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ വായിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കിഡിലിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഫോറിൻ ഫുഡ്സുകൾ പരീക്ഷിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വെസ്റ്റേൺ ഫുഡുകളൊക്കെ നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ട്രൈ അപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു ആപ്പാണ് യമലി എന്നൊരു ആപ്പ്. ഇതൊരു പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു യമലി എന്നൊരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോറിൻ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അറിയാനായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ലോകത്തിലെ പലതരത്തിലുള്ള ഫുഡുകളെ പറ്റി അറിയാനും, അപ്പോൾ നിങ്ങൾക്ക് ഫോറിൻ പരമായിട്ടുള്ള ഫുഡുകളെ പറ്റി അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളുമാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡിഷുകൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ഡിഷ് ഞാൻ പെർഫെക്റ്റ് ചെയ്യുമ്പോൾ ന്യൂയോർക്ക് ചീസ് കേക്ക് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ ഫുഡുകളാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫുഡുകളെ പറ്റിയുള്ള ഗൈഡഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു വീഡിയോ സഹിതമായിട്ടുള്ള പ്രിപ്പറേഷൻസും വീഡിയോ സഹിതമായിട്ടുള്ള എങ്ങനെയാണ് അത് നമുക്ക് ഉണ്ടാക്കുന്നുള്ളതുള്ള വീഡിയോസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഹോം പേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലെ ഇൻ്റർനാഷണൽ ഫുഡുകളെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾസ് അതല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ഇതിൽ ലഭ്യമാണ്. പിന്നെ ഞാൻ ആർട്ടിക്കിളിലേക്ക് പോകുന്നില്ല.
ഞാൻ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് കാണിച്ചു തരാം. സോ ഞാൻ ഇവിടെ ഒരു റെസിപ്പി സെലക്ട് ചെയ്യാൻ നോക്കിയാണ്. ഇങ്ങനെയാണ് മെത്തേഡ് പ്രിപ്പറേഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു റെസിപ്പി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് അവിടെ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ്രൂ ക്യാമലിൻ വേൾഡ് ബെസ്റ്റ് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് എൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ന്യൂട്രീഷൻസും റിവ്യൂസൊക്കെ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. 55 മിനിറ്റ് നിങ്ങൾക്ക് കുക്കിംഗ് ടൈം എടുക്കുന്ന കുക്കിംഗ് ടൈം വരെ നിങ്ങൾക്ക് എത്രത്തോളം സമയം ഈ ഒരു ഉണ്ടാക്കുന്നതിന് ചിലവാക്കാൻ പറ്റും ആ ഒരു സമയം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇൻഗ്രീഡിയൻസിന് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസും റിവ്യൂസൊക്കെ ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു ആപ്പിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു ആപ്പിൻ്റെ പേരാണ് ബിഗ് ഓവൻ എന്നൊരു ആപ്ലിക്കേഷൻ. ഇതും ഒരു ഫോറിൻ റിലേറ്റഡ് ഫുഡുമായിട്ടുള്ള റിലേറ്റഡ് ഉള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇതുണ്ട്. ഗെറ്റ് ഐഡിയാസ് ഉണ്ട്, മൈ റെസിപ്പീസ്, ആക്ടിവിറ്റീസ്, ഗ്രോസറീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഫുഡുകളെ പറ്റി ഒരുപാട് അറിയാനും പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പറ്റുന്ന വേറൊരു അടിയൊരു ആപ്ലിക്കേഷനാണിത്. ഞാൻ ഇവിടെ ഒരു ഫുഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ സെക്ഷൻസാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രിപ്പറേഷൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻസിൻ്റെ ഡീറ്റെയിൽസ് അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും. നിങ്ങൾക്കത് വായിച്ചിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് കഴിച്ചുള്ള ന്യൂട്രീഷൻസും അതുപോലെ തന്നെ ഹെൽപ്ഫുള്ളും അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തൊരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ദേ രുചി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് കുറച്ച് പേർക്ക് അറിയാവുന്ന തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇതും ഒരു മലയാളി അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള ഫുഡുകളുടെ പറ്റി ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെമ്മീൻ കൊഞ്ചാണ് സെലക്ട് ചെയ്തത്. ഇത് ഇവിടെയും റിട്ടേൺ ആയിട്ടുള്ള എഴുതി പൂർത്തിയാക്കിയ കുറിപ്പടികളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ള ഈ ഒരു ആപ്പിൽ. വീഡിയോ സഹിതം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ നിങ്ങൾക്ക് എഴുതിയത് തന്നെയാണ്. നിങ്ങളുടെ അത്രയും സമയവും നഷ്ടപ്പെടില്ല. പിന്നെ ഈ ഒരു ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കോഴിക്കോട് ചിക്കൻ ബിരിയാണി സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനുള്ള തയ്യാറാകാനുള്ള വിഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തയ്യാറാക്കാവുന്ന വിധവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പുകളാണ് ഇതെല്ലാം. കുക്കീസിലേക്ക് അല്ലെങ്കിൽ റെസിപ്പി ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ പാചകത്തിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് ഒട്ടുമിക്കവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇതെല്ലാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.